So hello guys, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഷോമിയുടെ റെഡ്മിയുടെ പൊക്കോൻ്റെ വല്ലതും ഫോൺസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അത്യാവശ്യം കുറേ ബ്ലോട്ട്വെയർസ് ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലോട്ട്വെയർസ് നമ്മൾ എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. സിസ്റ്റം ബ്ലോട്ട്വെയർസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സാധാരണ മോജ് ജോഷ് അങ്ങനത്തെ കുറേ ബ്ലോട്ട്വെയർസ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ ഗൂഗിൾ പേ പറഞ്ഞ ഒരു സിസ്റ്റം ബ്ലോട്ട്വെയർ ആണ്. ഇവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് സ്റ്റോപ്പ് അൺഇൻസ്റ്റാൾ അപ്ഡേറ്റ്സ് ക്ലിയർ ഡാറ്റയുടെ ഓപ്ഷൻ മാത്രമേ കാണാറുള്ളൂ. ഇവിടെ നമുക്ക് അൺഇൻസ്റ്റാളിൻ്റെ ഓപ്ഷൻ കാണാനില്ല. അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിൻ്റെ മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ അൺവാണ്ടഡ് സിസ്റ്റം ബ്ലോട്ട്വെയർസ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ടാവും. ഒന്ന് നമുക്ക് ഒരു ലാപ്ടോപ്പ് വേണ്ടി വരും, പിന്നെ ഒരു USB കേബിൾ വേണ്ടി വരും, പിന്നെ നമ്മുടെ ഒരു റെഡ്മി ഫോൺ വേണ്ടി വരും, പിന്നെ ഒരു സോഫ്റ്റ്വെയർ വിൻഡോസിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം സിസ്റ്റം ആപ്ലിക്കേഷന്. അപ്പോൾ ഫോൺ ലാപ്ടോപ്പായി കണക്ട് ചെയ്യേണ്ട മുമ്പേ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എബൌട്ട് ഫോണിൽ പോവുക. എബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞിട്ട് MIUI വെർഷനിൽ 7 ടൈംസ് ടാപ്പ് ചെയ്യുക. 7 ടൈംസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറുതായിട്ടൊരു മെസ്സേജ് വരും, യു ആർ നോ എ ഡെവലപ്പർ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പോവുക. ബാക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഡെവലപ്പർ എന്ന് അടിച്ചു കൊടുക്കുക. ഡെവലപ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴത്ത് പോകുമ്പോൾ USB ഡീബഗിങ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ആക്ടിവേറ്റ് ആക്കുക. അപ്പോൾ ഇവിടെ ഒരു വാർണിംഗ് സൈൻ വരും. അപ്പോൾ ഈ കൗണ്ട് ഡൗൺ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഐ ആം അവെയർ ഓഫ് ദിസ് പോസിബിൾ റിസ്ക് ആൻഡ് അസ്യൂം ഓൾ പോസിബിൾ കോൺസിക്വൻസസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഓക്കെ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് 2 സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് താഴത്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് 2 ഫയൽസ് ഡൗൺലോഡ് ചെയ്യണം നമ്മുടെ വിൻഡോസിൽ. ഇപ്പോൾ JDK പറഞ്ഞിട്ടൊരു ഫയലുണ്ട്, പിന്നെ ഷോമി ADB ആൻഡ് ഫാസ്റ്റ് ബോൾട്ട് പറഞ്ഞിട്ടൊരു ഫയലുണ്ട്. ഈ 2 ഫയൽസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് താഴത്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ JDK ഫയൽസ് ആദ്യം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഫയൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്യണത്. അതിനായിട്ട് ഫിനിഷ് കൊടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണൊന്ന് കണക്ട് ചെയ്യാം നമ്മുടെ ലാപ്ടോപ്പിലേക്ക്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് ഫോണായിട്ട് കണക്ട് ചെയ്യാം USB കേബിൾ വെച്ചിട്ട്. അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ഇവിടെ എല്ലാ USB ഡീബഗിങ് ദ കമ്പ്യൂട്ടർ RSA കീ ഫിംഗർ പ്രിൻറ്റേഴ്സ് ഇങ്ങനെ കുറേ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അവിടെ ഓൾവേസ് എലോ ഫ്രം ദിസ് കമ്പ്യൂട്ടർ എന്ന് കൊടുക്കുക, പിന്നെ ഓക്കെ കൊടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് എന്താണ് കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫോണ് നമ്മുടെ ലാപ്ടോപ്പിൽ കണക്റ്റായി കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ നമ്മുടെ ഫോണിൽ എന്തൊക്കെ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലത്തെ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ ടിക്ക് ചെയ്തിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഫേസ്ബുക്ക്, പിന്നെ ഫീഡ്ബാക്ക്, ഇങ്ങനത്തെ കുറേ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്ത് അൺഇൻസ്റ്റാൾ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആർ യു ഷുവർ യു വാണ്ട് ടു പ്രൊസീഡ്, അപ്പോൾ യെസ് കൊടുക്കുക. അപ്പോൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും നമ്മുടെ സിസ്റ്റംസ് ആപ്ലിക്കേഷനൊക്കെ അൺഇൻസ്റ്റാൾ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുമാതിരി നമുക്ക് നമ്മുടെ ഫോണിലത്തെ സിസ്റ്റം ആപ്ലിക്കേഷനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അടുത്ത് ഷോമിയുടെ പൊക്കോൻ്റെയോ റെഡ്മിയുടെ ഫോൺ ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മെത്തേഡ് ട്രൈ ചെയ്തിട്ട് വല്ലതും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്